ഇവർ രണ്ടും കൂടെ നിന്ന കുഴിയിലാണ് കുഴി ഒഴിച്ച് കയറാൻ നേരത്താണ് സംഭവം ഇത് കാണുന്നത്. എന്നിട്ട് അവരിതിങ്ങനെ എടുത്തു ഒരു ടെപ്പിക്കകത്ത് അന്നേരം നമുക്കറിയില്ലല്ലോ ഇത് ഇതിനകത്ത് എന്താ ഇവര് പറഞ്ഞ് ഇങ്ങനെ കൂടോത്രമായിരിക്കും ബോംബായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പലതായിട്ട് ഇവരിങ്ങനെ സംശയം പറഞ്ഞാണ്. എന്നിട്ട് അതെടുത്ത് അവിടെ വെച്ചു, ആ കുഴിക്കരക്ക് തന്നെ വെച്ചു. നമ്മൾ മറ്റുള്ള 10-15 പേരുണ്ട്, ആരും അറിഞ്ഞില്ല. പിന്നെ ഇവരും അങ്ങ് മറന്നുപോയി. നമ്മൾ പിന്നെ ഏകദേശം ഒരു ഉച്ചയ്ക്ക് ചോറും ഊണും കഴിഞ്ഞ് പിന്നെ പണിക്ക് ഇറങ്ങി. അതിന് ശേഷം പിന്നെ ഇതിൻ്റെ കുട കാണാതെ വന്നു. കുട കാണാതെ വന്നപ്പോൾ കുട തപ്പാൻ വേണ്ടിയിട്ട് വേറെ നമ്മുടെ പണിയിൽ ഒരാൾ വന്നു. ഇങ്ങനെ വന്ന കൂട്ടത്തിൽ ഇവിടെ ഒരു പാത്രം ഇങ്ങനെ കിടക്കുന്നു, മണ്ണ് പിടിച്ചിട്ട് മണ്ണുണ്ടായിരുന്നു അതിനകത്ത്. അന്നേരം അവൾക്ക് തോന്നി ഏതോ ഇതിനകത്ത് നിധിയോ എന്തോ ഇത് പറയുന്ന അവൾ പറയുന്നുണ്ടോ മിനുക്കം പോലെ കണ്ടു എന്നാണ് പറയുന്നത്. അപ്പം നമ്മളത് എടുത്ത് ഞാൻ ചാടി പുറത്തേക്ക് ചാടിയില്ലോ. അന്നേരം അവൾ തന്നെ അത് തുറന്നു നോക്കുമ്പോൾ അതിനകത്ത് കുറേ സ്വർണ്ണങ്ങൾ, അങ്ങനെ കുറേ കോഴ്സുകളും സ്വർണ്ണങ്ങളും വെള്ളികളും അങ്ങനെ കുറേ സാധനങ്ങൾ കാണുന്നു. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ഓടി വന്നു. പിന്നെ നോക്കും, പിന്നെ എടുക്കാൻ പേടി, തൊടരുത്, അങ്ങനെയാ തൊട്ടാ കുടുംബം മനുഷ്യർ പറയാണ് അത് തൊടല്ലേ എടുക്കല്ലേ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ തലമുറ പോകും. ഇതൊക്കെ പറയുമ്പോ പിന്നെ ഇത് തൊടണമെന്നില്ല, ഒന്നും ഇല്ലല്ലോ. നമ്മള് തലമുറ പോകാതെ നമ്മൾ ഇങ്ങനെ പണിയെടുത്താണെങ്കിലും നമുക്ക് ജീവിക്കേണ്ടതല്ലേ. അപ്പൊ അങ്ങനെ പേടിച്ച് നിന്നെങ്കിലും പിന്നെ നമ്മളതിൽ അത് എടുത്തല്ല. എല്ലാവരും എടുത്ത് അങ്ങനെ കൊണ്ടുപോയി അവിടെ കൊണ്ടുവന്ന കിണറിന്റെ അവിടെ കൊണ്ടുപോയി കഴുകിയെല്ലാം അല്ല പാത്രത്തോടെ നമ്മൾ കൊടുത്തു വിട്ടേ. പോലീസ് കൊടുത്തു. അതിനകത്ത് ഭദ്രമായിട്ട് എല്ലാം പെറുക്കി എണ്ണി അതിന്റെ എല്ലാം തിട്ടപ്പെടുത്തി, നമ്മളും തിട്ടപ്പെടുത്തി അതിനകത്ത് വെച്ചു. 13 അന്നിത് ഇത് കണ്ട് നമ്മളിത് കുടഞ്ഞിടുമ്പം തന്നെ പഞ്ചായത്തിലേക്ക് വിളിച്ചു, പിന്നെ മേറ്റി വിളിച്ചു. ഇങ്ങനെ പറഞ്ഞു ഇവിടുന്ന് ഒരു സാധനം കിട്ടി, നിധിയാണ്, സ്വർണ്ണങ്ങളാണ്, എന്താണെന്നറിയില്ല. അന്നേരം അവർ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യേ, ഇന്നത് ആടെ സൂക്ഷിക്കാൻ, ഇന്ന് ഞങ്ങൾക്ക് വരാൻ പറ്റിയല്ല, നാളെ വരാന്. അപ്പം പിന്നെ നമ്മൾ 5 മണി കഴിയുമ്പോൾ പണി കയറി ഞങ്ങളെല്ലാം അങ്ങ് പോവല്ലോ. അപ്പം നമ്മൾ മേറ്റിൻ്റെ കൈവശം ഇതെല്ലാം ആ പാത്രത്തിൽ ഭദ്രമായിട്ടല്ല അവരുടെ കൈവശം കൊടുത്തു, അവിടെ കൊണ്ട് വെക്കും. പിന്നെ പിറ്റേന്ന് നമ്മൾ എല്ലാവരും കൂടെ വരും പണിക്ക് വരുമല്ലോ. അങ്ങനെ ഞങ്ങൾ പിറ്റേന്ന് വരുമ്പോൾ അറിഞ്ഞു, വൈകിട്ട് വന്നിട്ട് 6:30 കണ്ട് വന്ന് പോലീസുകാർ അത് അവിടുന്ന് മേടിച്ചു കൊണ്ടുപോയി. അല്ല അന്നേരം ഇവര് പറഞ്ഞു, ഇവര് പറഞ്ഞു ഞാൻ ഇങ്ങനെ തരികയല്ല, ഞങ്ങൾക്ക് പണി സൈറ്റിൽ നിന്നാണ് കിട്ടിയത്, സൈറ്റിൽ വന്നാലേ തരുത്തുള്ളൂ, തന്നെയല്ല 3-4 പേരെയെങ്കിലും വിളിക്കണം ഞങ്ങൾക്ക്. വേണമല്ലോ. അത് ഇവിടെ തന്നെ വന്ന് ഈ വീട്ടിൽ നിന്നാ, അത് അവിടെ നിന്ന് എടുത്തു കൊണ്ടുവന്ന് ഈ വീട്ടിൽ കൊണ്ടുവന്നു അവര്. അപ്പൊ അടുത്ത പണി എടുത്ത ആൾക്കാരെ ഒരു 5-6 പേരെ അന്നേരം വിളിച്ചു. അവരുടെ മുൻപാകെ പോലീസുകാർ ഇതെല്ലാം പിന്നെ എഴുതി ഓരോന്നും അതിന്റെ എല്ലാ കണക്കുകളും എഴുതി പെറുക്കി എല്ലാം കുത്തി അവര് എടുത്തും കൊണ്ടുപോയി. ഇന്നും കിട്ടിയിരുന്നു. ഇന്ന് മോനെ ഞങ്ങൾ ഇന്നലെ പണിക്ക് വന്നോ. നമ്മള് പിന്നെ ആ പ്രശ്നമൊന്നും നോക്കിയില്ല, ഞങ്ങൾ വേറെ കുഴിയെടുത്ത് ഞങ്ങൾ അങ്ങ് പോയി. അപ്പൊ ഇങ്ങനെ അറിയുന്നു ചാനലുകാർ വരുന്നുണ്ട്, നിങ്ങൾ എല്ലാവരും അവിടെ നിൽക്കണം എന്ന് പറഞ്ഞു, പണിക്ക് പോകാൻ വരട്ടെന്ന് പറഞ്ഞു. അങ്ങനെ വന്നപ്പം വന്നവർ പറഞ്ഞു നിങ്ങൾ പിന്നെ കുഴി ഒന്ന് കാണിക്കണം, നിങ്ങൾ ആ ഭാഗത്ത് വരണമെന്ന്. അങ്ങനെ ഞങ്ങൾ ഇവിടെ വരുമ്പം 3-4 പേര് പിന്നെ ആ പരിസരം ഇങ്ങനെ കിള്ളി നോക്കി. അന്നേരം ഒരു 5 വെള്ളിയുടെ ചെറിയ നാണയങ്ങളും ഒരു ചെറിയ മുത്തുവരി. അത് സ്വർണ്ണമാണെന്ന് തോന്നുന്നു. അത് സ്വർണ്ണത്തിന്റെ. അപ്പൊ നമ്മള് അന്നേരം പെറുക്കിക്കൊണ്ട് പോയില്ലേ, അന്നേരം ഞങ്ങളുടെ കയ്യിൽ നിന്ന് തന്നെയൊക്കെ പോയതാ അത്, അല്ലാതെ ഈ വേറെ ഒന്നും അല്ലാതെ അങ്ങനെ കയ്യിൽ നിന്ന് പോയത് ഞങ്ങൾ പെറുക്കി. പിന്നെ അന്നേരം തന്നെ അവരെ കാണിച്ചു, അതെൻ്റെ ഫോട്ടോ എല്ലാം എടുത്തു. പിന്നെ മെമ്പർ വന്നു, മെമ്പറിനെ പിന്നെ പോലീസിനെ വിളിച്ചു, പോലീസ് വന്ന് അതെല്ലാം എഴുതി 2ാമത്തേത് കൊണ്ടുപോയി.